തന്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞതോടുകൂടി പ്രിയ ആകെ തകർന്നു പോകുന്നു. രേവതി എങ്ങനെയാണോ തന്റെ ഭർത്താവിനിട്ട് പണി കൊടുത്തത്, അതുപോലെ പ്രിയയുടെ ഭർത്താവിനിട്ട് പണി കൊടുക്കണമെന്നും അവർ തീരുമാനിക്കും. നേരെ അവർ വരുന്നത് ഇൻഷുറൻസ് ഏജന്റിന്റെ വീട്ടിലേക്കാണ്. ഏജന്റിനോട് തങ്ങളുടെ ആവശ്യം പറയുന്നു. എന്നാൽ ഏജന്റ് ആണെങ്കിലോ അതിനാദ്യം കൂട്ടാക്കത്തേയില്ല. വീഡിയോ കാണിച്ച് അവനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവരുടെ ആവശ്യത്തിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കാം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ടതെന്നൊക്കെ പബ്ബിൽ പോയിരുന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതേ പബ്ബിൽ തന്നെയായിരുന്നു പ്രിയയുടെ ഭർത്താവിന്റെ കൂട്ടുകാരനുണ്ടായിരുന്നത്. ഇവർ സംസാരിക്കുന്നതെല്ലാം അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. കുടിച്ചു ബോധമില്ലാതെയാണ് പ്രിയ വീട്ടിലേക്ക് വന്നതും. അതുകൊണ്ട് തന്നെ പ്രിയയുടെ ഭർത്താവ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. പ്രിയയെ തല്ലുന്നത് കൊണ്ട് തന്നെ അവളുടെ കരച്ചിലെല്ലാം താഴത്തെ വീട്ടിലുണ്ടായിരുന്ന രേവതി കേൾക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് അടുത്ത ദിവസം രാത്രി തന്നെ അവർ പ്ലാൻ ഇടുന്നു. പ്ലാൻ എന്തെന്നാൽ മോഷ്ടിക്കാനെന്ന വണ്ണം കുറച്ചുപേരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക, എന്നിട്ട് പ്രിയയുടെ ഭർത്താവിനെ ആക്രമിക്കുക, ആക്രമിച്ചിട്ട് അയാളുടെ പുരുഷത്വം ഇല്ലാതാക്കി കളയുക. ഇതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ മിസ്ഡ് കോൾ അടിക്കുന്ന സമയം ആളുകളെല്ലാവരും വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പ്രിയ പറയുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ദിവസം എത്തി. പ്രിയയുടെ മിസ്ഡ് കോളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും.